നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ലെവിറ്ററ്റ് ഇന്റർനാഷണൽ ഒരുക്കുന്ന മഹാ ഓണം സെപ്റ്റംബർ 7 ശനി രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ യങ് ആൻഡ് ഡണ്ടാസിൽ നടക്കും. മലയാളത്തിന്റെ തനതു കലാമാമാങ്കങ്ങൾ ഒരു കൊടക്കീഴിൽ ഒന്നിക്കുന്ന ഓണാഘോഷത്തിൽ ഫ്ലാഷ് മോബും മഹാനടത്തവും കൈകൊട്ടിക്കളിയും മഹാതിരുവാതിരയും ഒക്കെയായി വടക്കേ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഓണാഘോഷത്തിനായി യങ് ആൻഡ് ഡണ്ടാസ് ഒരുങ്ങുകയായി. മധുരഗീതം FM നടത്തിയ ബ്യൂട്ടി പേജന്റിലെ മത്സരാർത്ഥികൾ നടത്തുന്ന റാമ്പ് വോക്ക്, കൈകൊട്ടിക്കളിയടക്കം വിവിധ കലാപരിപാടികൾ, ഓണസദ്യ അടക്കം തനതു മലയാള രുചികൾ എന്നിവ ആസ്വദിക്കുന്നതിനും ഓണം ആഘോഷമാക്കുന്നതിനും ലെവിറ്റേറ്റിന്റെയും മഹാ ഓണത്തിന്റെയും വെബ്സൈറ്റ് സന്ദർശിക്കുക. ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ഡെബിയിൽ നിന്നുള്ള മഴ വെള്ളിയാഴ്ച ടൊറന്റോയിലും ഗ്രേറ്റ് ടൊറന്റോ ഹാമിൽട്ടൺ ഏരിയയിലും കനത്ത മഴയ്ക്ക് കാരണമായേക്കുമെന്ന് എൻവയോൺമെന്റ് കാനഡയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. വ്യാഴാഴ്ച രാത്രി ആരംഭിക്കുന്ന മഴ വെള്ളിയാഴ്ച വരെ ചില പ്രദേശങ്ങളിൽ 50 മുതൽ 100 മില്ലിമീറ്റർ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എൻവയോൺമെന്റ് കാനഡ അറിയിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ ഓന്റാരിയോയിലെയും ഗോൾഡൻ ഹോഴ്സിന്റെയും ചില ഭാഗങ്ങളിൽ ന്യൂനമർദ്ദം മൂലം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കനത്ത മഴ വെള്ളപ്പൊക്കത്തിനും റോഡുകളിൽ വെള്ളക്കെട്ടിനും കാരണമായേക്കുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു. ടൊറന്റോയിൽ സ്കൂട്ടറുകളും ബൈക്കുകളും മൂലമുണ്ടാകുന്ന പരിക്കുകളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധനവെന്ന് സിക്ക് കിഡ്സ് ഹോസ്പിറ്റൽ റിപ്പോർട്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രം സ്കൂട്ടർ ഉപയോഗവുമായി ബന്ധപ്പെട്ട 16 പരിക്കുകൾ അത്യാഹിത വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സിക്ക് കിഡ്സ് അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 5 സമാനമായ പരിക്കുകളെ അപേക്ഷിച്ച് ഇത്തവണ 3 ഇരട്ടി ആയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കാനഡയുടെ സമ്പദ് വ്യവസ്ഥ ജൂലൈയിൽ മൊത്തം 2800 തൊഴിൽ നഷ്ടം രേഖപ്പെടുത്തി. മുഴുവൻ സമയ ജോലിയിലുണ്ടായ നേട്ടങ്ങൾ പാർട്ട് ടൈം തൊഴിൽ നഷ്ടത്താൽ നികത്തപ്പെട്ടു. റോയിട്ടേഴ്സ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ 22,500ഓളം പേർ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. തൊഴിലില്ലായ്മ നിരക്ക് ജൂണിൽ 6.4% നിന്ന് 6.5% ഉയർന്നു. തൊഴിൽ വിപണിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച കാരണം തൊഴിലില്ലായ്മ നിരക്കിൽ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. കനേഡിയൻ പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയറും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ കരാർ പ്രഖ്യാപിച്ചു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കാണാത്ത ആഗോള ചാഞ്ചാട്ടത്തിന്റെ കാലഘട്ടത്തിൽ തങ്ങളുടെ രാജ്യങ്ങൾ സമാനമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും സംഘർഷം ഒഴിവാക്കുന്നതിന് സഹകരണം ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും ആഗോള വെല്ലുവിളികൾ മുതൽ ആപൽക്കരമായ സൈബർ ഭീഷണികൾ വരെ നേരിടാൻ കൂട്ടായ്മ കൊണ്ടേ സാധിക്കുമെന്നും ഇരു പ്രതിരോധ മന്ത്രിമാരും ചേർന്ന് പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. വയനാട് നെന്മേനിയിലെ ചില മേഖലകളിൽ ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. ഭൂമിക്കടിയിൽ ഉഗ്രശബ്ദവും മുഴക്കവും കുലുക്കവും ഉണ്ടായതായി പറഞ്ഞു. ഭൂമി കുലുക്കമുണ്ടായെന്ന സംശയത്തിൽ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതർ നിർദ്ദേശം നൽകി. കുറിച്ചർമല, പിണങ്ങോട്, മോർക്യാപ്പ്, അമ്പുകുത്തിമല, എടക്കൽ ഗുഹ പ്രദേശങ്ങളിലെ ആളുകളോടാണ് പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻനിശ്ചയിച്ച പ്രകാരം ശനിയാഴ്ച വയനാട് സന്ദർശിക്കും. ധ്രുവ് സർജ നായകനായി എത്തുന്ന പാൻ ഇന്ത്യ ചിത്രം മാർട്ടിൻ ട്രെയിലർ പുറത്തിറങ്ങി. KGFന് ശേഷം കന്നഡയിൽ നിന്ന് മറ്റൊരു വിസ്മയിപ്പിക്കുന്ന ആക്ഷൻ ചിത്രം കൂടി എത്തുന്നുവെന്ന പ്രതീക്ഷയാണ് ട്രെയിലർ നൽകുന്നത്. അന്യായ ഗെറ്റപ്പിലാണ് ധ്രുവ സർജ ചിത്രത്തിലെത്തുന്നത്. സ്ഫോടനാത്മകമായ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണ് ട്രെയിലർ. പാകിസ്ഥാൻ ജയിലിൽ തടവിലാക്കപ്പെട്ട നായകന്റെ മാസ് എൻട്രിയോടെയാണ് ട്രെയിലറിന്റെ തുടക്കം. ദേശസ്നേഹത്തിന്റെ കൂടി കഥയാണ് ചിത്രം പറയുന്നതെന്നും സൂചനയുണ്ട്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.